ഇപ്പോൾ ലോകത്ത് സമാധാനം വേണമെന്നാണ് അമേരിക്കയുടെ പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒമാന്റെ മധ്യസ്ഥതയിൽ ഇറാനും യു എസുമായിട്ടൊരു ചർച്ച നടത്തിയാലോ എന്ന് ട്രംപ് ആഗ്രഹിക്കുകയാണ്. ഇത് സമാധാനത്തിലേക്ക് കൊണ്ടുവരും എന്ന് നമുക്ക് വിശ്വസിക്കാമോ സാർ? അതായത് ചരിത്രത്തിൽ എപ്പോഴെങ്കിലും, പ്രത്യേകിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്ത് സമാധാനം ഉണ്ടാകണമെന്ന് അമേരിക്ക എപ്പോഴെങ്കിലും ആഗ്രഹിച്ചതായി ചരിത്രത്തിലില്ല. ഇവിടെ പല ഗവൺമെൻറ്റുകൾ മാറി വന്നിട്ടുണ്ട്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കൊക്കെ മാറി വന്നിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ലോകത്ത് സമാധാനം വേണമെന്ന് ആഗ്രഹിച്ച ഏതെങ്കിലും അമേരിക്കൻ ഭരണകൂടമുണ്ടോ? അതിന് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് സമാധാനം ഉണ്ടാവുന്നതല്ല അവർക്ക് ഗുണം. അവർക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ ലോകത്ത് യുദ്ധം ഉണ്ടാവണം. കാരണം അത് വ്യാപാരവും മറ്റു സംഗതികളുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ സുപ്രീമസിയാണ്. പ്രത്യേകിച്ചും കോൾഡ് വാറിന് ശേഷം അമേരിക്കയ്ക്ക് സുപ്രീമസി സ്ഥാപിക്കണമെങ്കിൽ സോവിയറ്റ് യൂണിയന്, അന്ന് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നു, അവരെ വെല്ലുവിളിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ അവരെ കൗണ്ടർ ചെയ്താൽ മാത്രം പോരാ, ഇപ്പോൾ സ്വന്തമായി കാണിക്കണം. മാത്രമല്ല, അന്ന് അമേരിക്കയുടെ കൂടെ ഉണ്ടായിരുന്ന നാറ്റോ രാജ്യങ്ങളൊന്നും ഇപ്പോൾ അത്ര ഉറച്ചില്ല. കാരണം യൂറോപ്യൻ യൂണിയൻ അവരുടെ സ്വാതന്ത്ര്യം പല രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ ഒരുപാട് നയങ്ങൾക്കെതിരെ യൂറോപ്യൻ യൂണിയൻ വന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് കിഴക്കൻ യൂറോപ്പുമായി ബന്ധപ്പെട്ട് ഒക്കെ ഉള്ളത്. ഇപ്പോൾ യുക്രൈൻ പോലെയുള്ള വിഷയങ്ങൾ, അല്ലെങ്കിൽ ചെച്നിയ പോലെയുള്ള വിഷയങ്ങൾ ഒക്കെ വരുമ്പോഴും അമേരിക്കയും യൂറോപ്പും തമ്മിൽ ഒരു സംഘർഷമുണ്ട്. അപ്പോൾ അമേരിക്കയ്ക്ക് പ്രിഡോമിനൻസ് കാണിക്കണമെങ്കിൽ, അവരുടെ ആധിപത്യം, ഹെജമണി കാണിക്കണമെങ്കിൽ അവർക്ക് ലോകത്ത് യുദ്ധം ഉണ്ടാവണം, സംഘർഷമുണ്ടാവണം. ആ സംഘർഷത്തിൽ നിന്ന് മുതലെടുക്കണം. അതിൽ നിന്നാണ് ചെയ്യുക. ഇപ്പോൾ അറബ് ലോകത്തുണ്ടായ സംഘർഷങ്ങളുടെയൊക്കെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു സമ്പന്ന രാജ്യമാണ്. ഇറാൻ ധാരാളം എണ്ണയുണ്ട്, അവർക്ക് സമ്പത്തുണ്ട്, സാങ്കേതിക വിദ്യയുണ്ട്, ആണവ വിദ്യയുണ്ട്, ബലാസ്റ്റിക് മിസൈൽ വിദ്യയുണ്ട്. ഇതൊക്കെയുള്ള വളരെ ശക്തമായ രാജ്യമാണ്. ഇപ്പം നമുക്കറിയാം, ഇസ്രായേൽ ഫലസ്തീൻ മറ്റേ സംഘർഷകാലത്ത് ഏറ്റവും കൂടുതൽ ഈ ഇസ്രായേലിൽ അറ്റാക്ക് ചെയ്തത് ഇറാനാണ്. ഹമാസ് അല്ല, യഥാർത്ഥത്തിൽ ഇറാനാണ്. അപ്പോൾ ഇറാൻ്റെ അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അമേരിക്ക പലവട്ടം ഭീഷണി മുഴക്കുകയും ഇസ്രായേൽ ഭീഷണി മുഴക്കുകയും ടെഹ്റാൻ ഞങ്ങൾ തകർക്കുമെന്ന് പറയുകയും ഒക്കെ ചെയ്തെങ്കിലും അത്ര എളുപ്പമല്ല ഇറാനിലേക്ക് പോകാൻ. കാരണം അതിൻ്റെ ജിയോഗ്രാഫിക് പ്രോബ്ലം ഉണ്ട്, മറ്റു പല പ്രശ്നങ്ങളും ഉണ്ട്. പിന്നെ ഇറാൻ സ്ട്രോങ് ആണ്. മാത്രമല്ല, ഇറാന് ചൈനയുടെ പിന്തുണയുണ്ട്, അതൊരു സംശയമില്ല. റഷ്യയുടെയും ഉണ്ട്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇറാൻ്റെ ലൊക്കേഷൻ ചൈനയുടെയും റഷ്യയുടെയും നടുക്ക് എന്ന് പറയാവുന്ന രൂപത്തിലാണ്. അമേരിക്കയ്ക്ക് മറ്റൊരു ഭൂഖണ്ഡത്തിൽ നിന്ന് ഇവിടെ എത്തേണ്ടതുണ്ട്. അതൊരു പ്രശ്നമുണ്ട്. ഡിസ്റ്റൻസ് ഒരു ഘടകമാണ്. ഇസ്രായേലിന് ഉപയോഗിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ പഴയ പോലെ ഇസ്രായേൽ അമേരിക്കയുടെ മുഴുവൻ നിയന്ത്രണത്തിലല്ല. ഇപ്പോൾ നെതന്യാഹു ഒക്കെ ചിലപ്പോൾ ഇവർ പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഇറാനിൽ അവിടുത്തെ ജനകീയമായ ഒരു പ്രക്ഷോഭം വരുന്നത്, അവിടുത്തെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു പ്രക്ഷോഭം വരുന്നത്. അതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് അതാണ്. മറുവശത്ത് അമേരിക്ക ഇറാന് മേൽ നടത്തുന്ന സമ്മർദ്ദം, ന്യൂക്ലിയർ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട്, ന്യൂക്ലിയർ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട്, ന്യൂക്ലിയർ ഫെസിലിറ്റീസുമായി ബന്ധപ്പെട്ട്, മറുവശത്ത് ബലാസ്റ്റിക് മിസൈൽ, ഇന്റർ കോണ്ടിനെൻ്റൽ മിസൈൽ ആയി ബന്ധപ്പെട്ട് ഈ രണ്ട് കാര്യത്തിലും നിയന്ത്രണം വേണം, നിങ്ങൾ നിയന്ത്രിക്കണം എന്ന് പറയുകയാണ്. അത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധ. കാരണം അമേരിക്കയുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്, ഇറാന്റെ കയ്യിൽ ഇത് ഉണ്ടായിക്കൂടാ എന്ന് പറയുന്നത്. ഞാൻ കത്തി കൊണ്ടിടക്കാം, നിങ്ങൾ ആയുധം കൊണ്ടിടക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഡിഫൻസ് അല്ലേ? അപ്പോൾ അത് തന്നെ ശരിയല്ല. ഞാൻ എല്ലാ യുദ്ധങ്ങൾക്കും, എല്ലാ ആണവ പ്രയോഗങ്ങൾക്കും അല്ലെങ്കിൽ ബലാസ്റ്റിക് മിസൈലിനും എതിരെയുള്ള ഒരാളാണ്. കാരണം ലോകത്ത് യുദ്ധം കൊണ്ട് ലോകം ഒരിക്കലും സമാധാനം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം പഴയ പോലത്തെ അല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ യുദ്ധം സർവനാശത്തിൻ്റെ യുദ്ധമാണ്. ഇപ്പോൾ യുദ്ധം വന്നാൽ ചിലപ്പോൾ യുദ്ധം നടത്തുന്ന ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരും നശിച്ചാൽ പിന്നെ എന്ത് ചെയ്യും? അതെ, മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് പറയുന്ന പോലെയാണ്. എല്ലാം നശിച്ചാൽ പിന്നെ എന്ത് ചെയ്യാം, ആര് ചെയ്യാം, ആര് തോറ്റു. അപ്പോൾ അതുപോലുള്ളൊരു പ്രശ്നമാണ്. അങ്ങനെ വരുമ്പോഴാണ് ഇറാനിലെ ഒരു ഗവൺമെൻറ് വിരുദ്ധ കാരണം അവിടെ ജനാധിപത്യം അങ്ങനെ ഒരു പാലിക്കാറില്ല. ഒരു മൊണാർക്കിക് ഭരണം തന്നെയാണ് ഇറാനിലുള്ളത്. തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ പറയുന്നത് ജനാധിപത്യമില്ല. അതുകൊണ്ട് അവിടെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം തുടരുന്നതിൽ തെറ്റൊന്നുമില്ല. ജനങ്ങൾക്ക് അത് വരും, എല്ലാ സ്ഥലത്തും അതുണ്ടാവും. പക്ഷെ അത് അമേരിക്കയുടെ ഇൻസ്റ്റിഗേഷനിലാവുമ്പോഴാണ് പ്രശ്നം. അമേരിക്ക അതിനെ പിന്താങ്ങാൻ നോക്കുമ്പോൾ ഒരു രാജ്യത്ത് ജനാധിപത്യം ഇപ്പോൾ ഇവിടെ അവരുടെ ആഭ്യന്തര കാര്യമാണ്. ഇപ്പോൾ ഇവിടുത്തെ മോഡി ഗവൺമെൻറ്റിനെതിരെ ഇവിടുത്തെ പ്രതിപക്ഷം സമരം ചെയ്താൽ അതിൽ അമേരിക്കയ്ക്ക് എന്താ റോള്? അല്ലെങ്കിൽ തിരിച്ച് അമേരിക്ക ഇതിൽ ആരെങ്കിലും സഹായിക്കേണ്ട ഒരു കാര്യം അമേരിക്കയില്ല. അമേരിക്ക ഉണ്ടായിരിക്കേണ്ട കാര്യമുള്ളൂ, അവിടെ ജനങ്ങൾ തീരുമാനിക്കും. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ കൗണ്ടർ വന്നു.
ഗവൺമെന്റ് തന്നെ ഗവൺമെന്റ് പിന്തുണയ്ക്കുന്ന അനുകൂല- ആയിരക്കണക്കിന് ആളുകളുടെ പ്രകടനം, ഇപ്പൊ രണ്ടുതരം പ്രകടനം. രണ്ടു തരം പ്രകടനം അവിടെയുണ്ട്. അപ്പം ഇതിൽ അതൊക്കെ ഉണ്ടാവും, അത് സംഘർഷം ഉണ്ടാവും. 500, 600, 566 പേരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു. 16,000 പേര് ജയിലിലാണെന്ന് പറയുന്നു. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇറാന്റെ ആഭ്യന്തര കാര്യം തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം ഇറാനിൽ ജനാധിപത്യം ഉണ്ടാക്കാനുള്ള ചുമതലയൊന്നും അമേരിക്ക ആരും ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ അപ്പോഴും അവർ പറയുന്നത് അവിടുത്തെ ജനങ്ങളുടെ വികാരം ജനാധിപത്യപരമായ ഒരു സർക്കാർ വരണമെന്നാണ്, അതിനെയാണ് ഞങ്ങൾ പിന്തുണക്കുന്നതെന്നാണ് പറയുന്നത്. ആ രാജ്യത്തെ സമാധാനത്തിന് വേണ്ടിയാണെന്നും പറയുന്നത്. അല്ല, അവിടെയാണ് പ്രശ്നം. ഒരു രാജ്യത്ത് ജനാധിപത്യം വരണമെങ്കിൽ ആ രാജ്യത്ത് ജനങ്ങൾ തന്നെ തീരുമാനിക്കണം. വേറെ പുറത്തുനിന്ന് ഒരാൾ ഇടപെട്ട് ജനാധിപത്യം കൊണ്ടുവന്നാൽ ഒരു സ്ഥലത്ത് നിൽക്കില്ല. ഇപ്പം നമുക്കറിയാം, ലോക ചരിത്രത്തിൽ അമേരിക്ക ജനാധിപത്യം കൊണ്ടുവരാൻ പോയ രാജ്യങ്ങളാണ്. ഒന്ന് അഫ്ഗാനിസ്ഥാനാണ്. അതെ. ഇന്ന് എന്താ അതിൻ്റെ സ്ഥിതി നമുക്കറിയാം. അമേരിക്ക ജനാധിപത്യം കൊണ്ടുവരാൻ പോയ വിയറ്റ്നാം, ഇറാഖ്. ഇപ്പം എന്താ രാജ്യങ്ങളിലേക്ക് സ്ഥിതി? അവിടേക്ക് പോയതിനു ശേഷമാണ് IS അവിടെ വഹിക്കുന്നത്. അപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താലിബാൻ അധികാരം കൈമാറിക്കൊണ്ടാണ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ പോയിട്ടുള്ളത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ത് ജനാധിപത്യം അവിടെ ഉണ്ടായി? ജനാധിപത്യം ഒരു രാജ്യത്തിന് ഇമ്പോർട്ട് ചെയ്യാവുന്നത് എക്സ്പോർട്ട് ചെയ്യാവുന്ന ഒരു സാധനമല്ല, ഒരു ജനതയുടെ വികാരമാണ്. തീർച്ചയായും ജനാധിപത്യത്തിന് എതിരായി ഒരുപക്ഷെ മൊണാർക്ക്, ഏകാധിപത്യ ഭരണകൂടങ്ങൾ വലിയ തോതിലുള്ള ആക്രമണം നടത്തും. അതും സ്വാഭാവികമാണ്. അത് പക്ഷെ അവിടുത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ജനങ്ങളാണ് കൗണ്ടർ ചെയ്യുന്നത്. അല്ലാതെ പുറത്തുനിന്ന് കൗണ്ടർ ചെയ്യാൻ പോയാൽ പ്രശ്നമുണ്ടോ? ഇപ്പോൾ അമേരിക്കയിൽ ഇറാൻ വിരുദ്ധ പ്രകടനം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് ഒരു ജീപ്പ് പിടിച്ച് കയറ്റി കൊല്ലാൻ ശ്രമിച്ച ഒരു സംഭവമുണ്ട്. അവരും പറഞ്ഞൊരു കാര്യം എന്താ, ഞങ്ങൾക്ക് ജനാധിപത്യം വേണം, അമേരിക്ക അമേരിക്ക. അതാ കറക്റ്റ്, അത് കറക്റ്റ് സ്റ്റാൻഡാണ്. പക്ഷെ അപ്പോഴും ഒരു കാര്യമുണ്ടല്ലോ സാറേ, ഇപ്പൊ ഈ ഇറാനില് റഷ്യയുടെയും അതോടൊപ്പം തന്നെ ചൈനയുടെയും ഇൻഫ്ലുവൻസ് വരാതിരിക്കാൻ വേണ്ടി പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കണമെങ്കിൽ അമേരിക്ക ഇടപെട്ടേ പറ്റൂ. അല്ല എങ്കിൽ അമേരിക്കനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള തീവ്രവാദി പ്രവർത്തനങ്ങൾക്ക് എല്ലാ ഇന്ധനങ്ങളും ഊർജ്ജവും പകരുന്നത് ഇറാൻ, ഹിസ്ബുള്ള ആകട്ടെ അല്ലെങ്കിൽ ഹൂതികളാകട്ടെ, ഇതെല്ലാം ചെയ്യുന്ന ഇവരാണ്. അപ്പം അവരെ നിയന്ത്രിക്കണമെങ്കിൽ ആദ്യം തന്നെ ലോക സമാധാനത്തിന് ഭീഷണിയായി ഛിദ്രശക്തികളെ നിയന്ത്രിക്കാൻ ഇറാനെയാണ് ചൊൽപ്പടിക്ക് നിർത്തേണ്ടതെന്നാണ് അമേരിക്ക പറയുന്നത്. അല്ല, അത് നിർത്താൻ പറ്റില്ല. അമേരിക്ക നിർത്താൻ ശ്രമിച്ച രാജ്യങ്ങൾക്ക് എവിടെ ഇപ്പോൾ? അതാ ഞാൻ ആദ്യം ചോദിച്ചത്. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ തീവ്രവാദം ഇല്ലുണ്ടായോ? ഇല്ലല്ലോ. അവിടെ തീവ്രവാദ ഭരണകൂടം വന്നിരിക്കുക. ഇറാഖിൽ എന്താ സ്ഥിതി? അപ്പം അമേരിക്ക വന്ന് ഇറാനിലെ ഇവരെ അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്ന് പറയുന്നതല്ല അതിൻ്റെ ശരി. ഇപ്പം ചൈനയും, തീർച്ചയായിട്ടും ചൈനയും റഷ്യയും അമേരിക്ക പോലെ തന്നെയുള്ള സാമ്രാജ്യത്വ താല്പര്യങ്ങളുടെ രാജ്യമാണ്. അവർക്ക് അവരുടെ മാർക്കറ്റ് വേണം, അവർക്ക് ഈ ഓയിൽ വേണം. അമേരിക്കയുടെ സെയിം താല്പര്യം ചൈനയ്ക്കും റഷ്യക്കും ഉണ്ട്, നമ്മളില്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അത് അമേരിക്ക കൗണ്ടർ ചെയ്യാൻ നിൽക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ വേറെ യുദ്ധത്തിന്റെ തലങ്ങൾ തന്നെ മാറി. പക്ഷെ അത് ആ സാറാ പറഞ്ഞ പോയിന്റിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതായത് സാറ് ശ്രദ്ധിച്ചു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അമേരിക്ക ഏതാണ്ട് ഇറാനെ ആക്രമിക്കാൻ തയ്യാറെടുത്തതിന് ശേഷമാണ് ഈ പ്രസ്താവനകൾ നടത്തുന്നത് എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി വരുന്ന റിപ്പോർട്ടുകൾ. തീർച്ചയായിട്ടും. അല്ല, അമേരിക്കയ്ക്ക് വലിയ ബ്രോഡ് പ്ലാനുണ്ട്, ദീർഘകാല പ്ലാനുണ്ട്, അതില്ല നമ്മൾ പറയുന്നില്ല. പക്ഷെ ആ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുമ്പോൾ അവർ പറയുന്ന ലക്ഷ്യമല്ല, അവർ പറയുന്ന ലക്ഷ്യം വേറെയാണ്. ജനാധിപത്യം എന്ന് പറയും, ഒക്കെ പറയും. ഞാൻ ചോദിക്കേണ്ട, സൗദി അറേബ്യയിൽ ജനാധിപത്യം വേണ്ടേ അമേരിക്കയ്ക്ക്? അതുപോലെ ഒരുപാട് രാജ്യങ്ങളുണ്ടല്ലോ. ആഫ്രിക്കൻ രാജ്യങ്ങൾ വലുതുണ്ടല്ലോ. ഏകാധിപത്യം, അമേരിക്ക പിന്തുണയ്ക്കുന്ന ഏകാധിപത്യം മൊണാർക്കുകളുടെ രാജ്യം. അപ്പോൾ ആ രാജ്യങ്ങളിൽ ഇപ്പോൾ വെനിസ്വേലയിൽ ജനാധിപത്യം ഉണ്ടാക്കാനാണ് പോയത്. വെനിസ്വേലയിൽ തിരഞ്ഞെടുക്കപ്പെട്ടൊരു പ്രസിഡന്റിനെ പൊക്കിക്കൊണ്ടുപോയത്. എന്തോ അടുത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്തൊരു പ്രസിഡന്റിനെ കൊണ്ടല്ലേ പോയത്. അവിടുത്തെ പ്രസിഡന്റിനോട് അവിടുത്തെ ജനങ്ങൾക്ക് എതിർപ്പുണ്ടെങ്കിൽ അവർ തീർക്കുന്നേ. അതിന് ജനാധിപത്യത്തിലൊരു രീതിയുണ്ട്. അതുകൊണ്ട് വേറെ രാജ്യം ഇടപെട്ട് അത് ചെയ്യാന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിൽ എപ്പോഴും ഇല്ല. മാത്രമല്ല, ഇപ്പോൾ ഈ തീവ്രവാദത്തിൻ്റെ ലെവൽ കുറയ്ക്കാനാണ് ചെയ്യണമെങ്കിൽ ഇറാൻ ഭരണകൂടമായിട്ടൊന്നും കാര്യമില്ല. ഇറാനിൽ നാളെ വേറൊരു ഭരണകൂടം വന്നാലും വരും. ഇറാനിൽ മുമ്പ് ഷായ് ഉണ്ടായിരുന്നു. ഷായുടെ മോനെ തിരിച്ചു കൊണ്ടുവരാൻ, അതെ ഞാൻ പറഞ്ഞ അത് ഷായുടെ മോനെ തിരിച്ചു കൊണ്ടിരിക്കുക. ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല അവിടുത്തെ ഒരു സുസ്ഥിരതയ്ക്ക് സഹായകമാണ് എന്ന്. സുസ്ഥിരത അമേരിക്ക ആഗ്രഹിക്കുന്നുമില്ല, സംഘർഷമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് അമേരിക്ക ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുസ്ഥിരത ഉണ്ടാവില്ല എന്നുള്ളത് 100% കറക്റ്റാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ അഫ്ഗാനിസ്ഥാനും ഇറാഖും ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. ശരി സാർ, അപ്പോൾ ആസന്നമായ ദിവസങ്ങളിൽ തന്നെ ഒരു ആക്രമണത്തിനുള്ള എല്ലാ കോപ്പും കൂട്ടിക്കൊണ്ട് ഞങ്ങൾ അതായത് US-ൻ്റെ ഒരു രീതിയെ മിസ്ലീഡ് ചെയ്തുകൊണ്ട്, തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ചർച്ചയുടെ പേര് പറഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊരു രഹസ്യ പ്ലാനിലേക്ക് ഇത് മാറാൻ സാധ്യതയില്ലേ? അല്ല, ആ രഹസ്യമൊക്കെ അതിന് രഹസ്യമൊന്നും അല്ലല്ലോ. ഇപ്പോൾ അമേരിക്കയുടെ പ്ലാൻ രഹസ്യമൊന്നുമല്ല.
ഇറാൻ അതിന് സന്നദ്ധവുമാണ്. ഈ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഒരു പറഞ്ഞ യുദ്ധമണി യുദ്ധം. അതാണ് ഒരു വ്യത്യാസം. സദാം ഹുസൈൻ അല്ല ഇറാൻ, സദാം ഹുസൈൻ്റെ ഇറാഖ് അല്ല ഇറാൻ. അത് കാണേണ്ടതുണ്ട്. ഇറാൻ ഇന്ന് ന്യൂക്ലിയർ കൺട്രിയാണ്. ആ സത്യം നമ്മൾ മനസ്സിലാക്കണം. ആ ശേഷിയിലേക്ക് അവർ വന്നിട്ടുണ്ട്. ശേഷി വന്നിട്ടുണ്ടാവും ഞാൻ യാതത്ര വലിയ സാങ്കേതിക വിദ്യയൊന്നുമല്ല. ആറ്റം ബോംബ് ഉണ്ടാക്കുക എന്നുള്ളത് ഒരു സാങ്കേതിക വിദ്യയൊന്നുമല്ല. ന്യൂക്ലിയർ ബോംബ് എന്നുള്ളത് ഒരു വലിയ അത്ര പഴയ ടെക്നോളജി, അത്ര പഴയ ടെക്നോളജിയാണ്. അതൊക്കെ എല്ലാവർക്കും കിട്ടും, ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായാൽ മതി. പക്ഷേ ഞാൻ പറഞ്ഞത് അത് ഒരു ടെക്നോളജിസ്റ്റ് ഉണ്ടായാൽ, സയൻറ്റിസ്റ്റ് പോലും വേണ്ട, ഒരു ടെക്നോളജിസ്റ്റിന് ചെയ്യാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ അവിടെയാണ് പ്രോബ്ലം. ഏതെങ്കിലും വിധത്തിൽ ആണവായുധം ഇറാൻ പ്രയോഗിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന നാശം ഇറാന് മാത്രമോ അമേരിക്കയ്ക്ക് മാത്രമോ ആയിരിക്കില്ല. കാരണം ആണവായുധത്തിൻ്റെ പ്രത്യേകത അത് ടൈം ആൻഡ് സ്പേസിനപ്പുറത്തുള്ള സാധനമാണ്. ഹിരോഷിമയിൽ ഇപ്പോഴും അതിൻ്റെ കെടുതി ആളുകൾ അതിൻ്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ടൈമല്ല. ഇപ്പോൾ വേറെ ബോംബിട്ടല്ല, ബോംബ് തീർന്നു. അണുബോംബ് അതല്ല. മാത്രമല്ല അത് വിഷ്യ സൈക്കിളാണ്. ഇയാളിട്ടാൽ പിന്നെ അടുത്ത ആളിടും, അയാളിട്ടാൽ മറ്റേ ആളിടും. മാത്രമല്ല ചൈനയും റഷ്യയും ആണവ ശേഷിയുള്ള രാജ്യങ്ങളാണ്. 5-6 രാജ്യങ്ങളിൽ ഒന്നാണ്. അപ്പോൾ ഇതൊക്കെ ബാലൻസിങ് ആണ്. യഥാർത്ഥത്തിൽ ആണവായുധം ഒരു ബാലൻസിങ് ആണ്. ആരും അങ്ങോട്ട് അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള ഒരു ബാലൻസിങ് ആയിട്ടാണ് വരിക. കാരണം അറ്റാക്ക് ചെയ്താൽ രണ്ടുപേർക്കും ഉണ്ടാവില്ല. ഫസ്റ്റ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി, സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എന്നൊക്കെ തുടങ്ങിയ വാക്കുകളുണ്ടല്ലോ. എനിക്കൊരു ആക്രമണം നേരിട്ട് എനിക്ക് തിരിച്ചടിക്കാൻ ആ കേപ്പബിലിറ്റി ഏതായാലും ഇറാൻ ഇല്ല എന്നത് ഇവരുടെ ഒരു ധൈര്യമല്ലേ? അല്ല, സെക്കൻഡ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി ഇറാന് വേണ്ട. ഇറാന് ഫസ്റ്റ് സ്ട്രൈക്ക് കേപ്പബിലിറ്റി മതി. കാരണം അടിച്ചാൽ മതി, പിന്നെ ഇറാൻ തറന്നോട്ടെ, അവർക്ക് എന്താ വിരോധം? ഇവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. സ്വന്തം ജനതയുടെ സുരക്ഷിതത്വം നമുക്ക് പ്രശ്നമല്ല എന്നൊരു ഭരണകൂടത്തിന് തോന്നിയാൽ ആ ഭരണകൂടം പിന്നെ എല്ലാ നിയന്ത്രണവും വിട്ടുപോകും. ഇതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ ഇതിൽ പറയുന്ന ഒരു പ്രശ്നം. പാകിസ്ഥാനിലെ ഭരണകൂടത്തിന് പാകിസ്ഥാൻ ജനതയുടെ സുരക്ഷ ഉറപ്പിക്കണമെന്നൊന്നും ഉണ്ടാവില്ല. പോലും ഇന്ത്യയാണ്. ഇന്ത്യക്ക് അത് പറ്റില്ല. ഇന്ത്യക്ക് അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പാകിസ്ഥാനിൽ 10 ലക്ഷം പേര് മരിച്ചാൽ ഇന്ത്യയിൽ 8 ലക്ഷം മരിച്ചുള്ളൂ എന്നുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റില്ല. ശരിയാ. നമ്മളൊരു ആ അർത്ഥത്തിലൊരു ജനാധിപത്യത്തിന്റെ ഒരു ഘടനയുണ്ട്. അമേരിക്കയ്ക്ക് ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു അഡ്വഞ്ചറിസത്തിലേക്ക് അമേരിക്ക പോകുന്നു. വല്ല സീസൈലയക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ആണവായുധം ഇറാഖിൽ അത് ചെയ്തു. ഇറാഖിൽ പോലും ആണവായുധം ഒന്നും വന്നില്ലല്ലോ. ഇല്ല, ആണവായുധം വേണ്ട. പക്ഷേ ഇവിടെ ഇവരുടെ ഇന്റലിജൻസ് വിങ്ങിന് മൊത്തം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഇവരുടെ ഇറാന്റെ ശേഷി എത്രമാത്രമാണ്, അവരിന്ന് ബങ്കർ ബസ്റ്റർ ബോംബിട്ട് തകർത്തതിന് ശേഷം അവർക്ക് ആ കഴിവുണ്ടോ ഇല്ലെന്നൊക്കെ അവർക്ക് നന്നായിട്ട്. അല്ല, അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇറാനും അത്ര ബാക്ക്വേർഡ് കൺട്രി ഒന്നുമല്ല ഇപ്പോൾ. എന്തായാലും പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് അമേരിക്ക താല്പര്യമില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.